ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് സൺഡേ വ്ളോഗ്. ഇന്ന് സൺഡേ വ്ളോഗാണ് ഗൈസ്. അപ്പം എൻ്റെ കൂടെ ഉള്ളത് ഹെലൻ അവരെയാണ്. മുഖം പിന്നെ സൺഡേ വ്ളോഗാണ് ഗൈസ്. ഞാൻ ലാൽ ചോക്കി പോവാണ്, നാട്ടിൽ പോകാൻ കുറച്ച് സാധനം മേടിക്കും. അപ്പോൾ ഇന്നതാണ് വ്ളോഗ്. പൊന്നഴിക്ക് എല്ലാം കാണിച്ചു തരാം. വിമാനം പോകുന്നത് നമ്മളിപ്പോൾ അവിടെ നിന്ന് സൈൻ ഇടണം. ഓ കാണുന്നുണ്ടോ? ഹെലൻ എൻ്റെ ഇടണം. രാജാബയ്യ ഗൈസ്, നമ്മുടെ സുമോ വന്നിട്ടുണ്ട്. ഇവിടെ ഒടുക്കത്തെ ചൂടാ. ഹെലനെ മോളെ കിട്ടി മോളെ ഹെലനെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. ഇതാണ് ഗൈസ് നമ്മുടെ നിഫ്റ്റിന്റെ എൻട്രൻസ്. കോലം കാണണം. നമ്മളിപ്പോ ഓട്ടോയിൽ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽചോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ കൊടുക്കുന്ന വെയിലാണ്. നല്ല ചൂടത്ത് രണ്ടുപേർ തട്ടവല്ലിട്ടിരിക്കുന്നു. ഞാൻ എടുക്കുവാണ് ഹെല്ലെടുത്ത്. കാശ്മീരി പോലീസ് വണ്ടി. ടാക്സി അല്ലേ പിന്നെ ആലാ ടാക്സി അല്ലേ പൈസ കുറവ്. ഞാൻ ഭയങ്കര പതുക്കെ പറയുന്നത്. ആലാ ടാക്സി ചായ അടിപൊളി. നമ്മൾ ക്ലോക്ക് ടവറിന്റെ അടുത്തെത്തിട്ടോ. ഇതാണ് ക്ലോക്ക് ടവർ. ഇവരെവിടേക്കോ കടയുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഒരു കടയിലേക്ക് കയറി കൊടുക്കണം. ഇല്ലെവിടെയാ? കേരള. നമ്മളിവിടെ തുണി എടുക്കാൻ വന്നിരിക്കുകയാണ്. ഞാനല്ല, ഇവര് വേറെ കശ്മീരി കുർത്ത. അല്ല അത് വെച്ച് കാണിച്ചേ. ഇല്ല ഒന്നുമില്ല, ജസ്റ്റ് വെച്ച് കാണിക്കാം. ഇതിന് 600 രൂപയൊക്കെ ഉണ്ട്. 600, 700 അങ്ങനെയൊക്കെയാ. എനിക്ക് കോളേജിലേക്ക് വരുന്ന സാധനങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ഇടാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളത് ഇടുന്നതായിരിക്കും, എന്തായാലും ഇടും. ഇപ്പം ഞാൻ നാട്ടിൽ പോകുന്ന തിരക്കൊക്കെയാണ്, പക്ഷെ അതിനുള്ളിൽ ഞാനിടും. എന്തായാലും അതിനുള്ളിൽ ഞാനിടും. ഹോസ്റ്റലൊക്കെ കാണിച്ചു തരാം. PG കാണിക്കാൻ പറ്റുമോ അറിയത്തില്ല, നോക്കട്ടെ. എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നമ്മൾ പോവുകയാണ് ഗൈസ്. ഇവിടെ ക്ലോക്ക് ടവർ, അതിലേക്കൂടെ നമ്മൾ പോവുകയാണ്. ഇവര് തട്ടലിടും. ഇവിടെ കുറേ മാർക്കറ്റൊക്കെ ഉണ്ട്. ശിക്കാരെ കാണിച്ച ശിക്കാര. എൻ്റെ മുടി 300. അപ്പം ഇവിടെ കുറേ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് തുണിയൊക്കെ. നമ്മളിവിടെ ത്രിഫ്റ്റഡാണ് സാധനങ്ങൾ. ത്രിഫ്റ്റഡ് സാധനങ്ങൾ മേടിച്ചിട്ട് പോകാം. കമ്മല് മേടിക്കുകയാണ്. ഇതുണ്ടോ ഇവിടെ ഇത്രയും കമ്മലുണ്ട്. ഇതെല്ലാം സ്ഥലം ഇത് കൊള്ളാല്ലേ? ഇവരിവിടെ ഡ്രസ്സ് എടുത്തോണ്ട് ഇവിടുന്ന് ആദ്യം ഡ്രസ്സ് എടുക്കും. ഹെലന്റെ പുതിയ നമ്മളിതാണ്ട് വണ്ടി മേടിച്ചതുണ്ടോ. ഇത് അംബാസഡറാണ്. നിക്കറിനോട് പേരൊന്നും നിക്കറിനോട്. പക്ഷെ നമ്മൾ വണ്ടി മേടിച്ച് ഇപ്പം നേരെ പിക്ക് ആൻഡ് ചൂസിൽ പോകണം. പിക്ക് ആൻഡ് ചൂസിൽ പോയിട്ട് നമ്മൾ വാൾനട്ട് ഫഡ്ജ് മേടിക്കും. നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കാമല്ലോ. നമ്മളെ
അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ് ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട്. കുറച്ച് സാധനം മേടിച്ചു. ഇത് മറ്റേ ഞാൻ കാണിച്ചത് ഈ സാധനമെല്ലാം കാണിച്ചതാണ്. ഇവർ കുറച്ച് ചുരിദാർ സാധനങ്ങളൊക്കെ. നമ്മളിതാണ്ട് ഇവിടെ സാധനം കൊടുക്കുക. നമുക്ക് എയർപോർട്ടിൽ പോകുമ്പോൾ ബസ്സിന് പോകണമല്ലോ, ബസ്സിന് പോകുമ്പോൾ സാധനം തിന്നാനൊക്കെ വേണ്ടേ, അപ്പൊ നോക്കിക്കോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതെന്താ ഫാൻറ്റയുടെ ക്യാൻ, ഇതെന്താ ഫേസ് ഇത് അറിയാത്ത പോലെ പറയല്ലേ, പൊട്ടത്തെ അല്ലേ? അതെ അതെ അതെ, ഇത് പറയും നാഫയുടെ പ്രശാന്ത്. ഇതാണ് മൂൺലൈറ്റ്. ഓ ഇതാണോ? 650 പക്ഷെ വില. മൂൺലൈറ്റ് ഫഡ്ജ് 650. പാമ്പ് ഹെലൻ ശിവനായല്ലേ? എങ്ങനെ? ഇത് കർത്താവല്ലേ? ഒമ്പോ ഇത് ഈ സാധനം മറ്റേ ഇതെനിക്കറിയാം, സ്റ്റിച്ച്. ആ സ്റ്റിച്ച്. ഓ അതിന്റെ അടിപൊളി. ഓ അത് ക്യൂട്ട്, അത് ക്യൂട്ട്. പാമ്പടെ ഇരിക്കണമെന്ന് പറഞ്ഞ് പേടിച്ചാണ്. പാവ ഡൈനോസർ. കൃഷ്ണനാ? കൃഷ്ണന്റെ മോന്ത. എടിത് ആനയുടെ മോന്തയായിപ്പോയല്ലോ. നമ്മളിലേക്ക് എടി ഇതേ കൂട്ട എല്ലാത്തിനും കിട്ടി എനിക്ക്. അയ്യോ വാതിലുകൾ തുറക്കപ്പെടും. എടി ഇവിടെ കിടന്നാലോ? നൈസ് അല്ലേ? ഇവിടെ നമുക്ക് കിടന്നു. കറക്റ്റ് സൈസ് നിന്റെ. എന്റെ പിള്ളേർക്ക് ഞാൻ ഇത് നല്ലുണ്ട്. പൈസ ചെയ്യാൻ മതിയായിരുന്നു ഭഗവാനെ. അയ്യോ നമ്മൾക്ക് ശ്രീനഗർ ക്യാമ്പസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾക്ക് പറ്റുന്നത് പറഞ്ഞുതരാം. നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സന്തോഷമാവുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ. നമ്മൾ മൂൺലൈറ്റ് ഫഡ്ജിൻ്റെ അടുത്തെത്തി. അത് കണ്ട എവിടെയാണ്? പരമ്പരാന്ന് അങ്ങനെ എന്താ പറഞ്ഞ? പരമ്പോരാന്ന് പറഞ്ഞ പരമ്പര അങ്ങനെ എന്താണ് കേസ്? ഇതാ ഈ ഒരു വഴിയുടെ എവിടെയാണ് ഒന്നും പറയണ്ട. ഇവിടെ അടുക്കത്തെ തിരക്കാണ്. നമ്മളിനി ഇതും കൂടെ മേടിച്ചിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക്. നമ്മളിതാണ്ട് അവിടെ മൂൺലൈറ്റ് ഫഡ്ജിന് കയറി സാധനം മേടിച്ച് അത് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. നമ്മളിനി ക്യാബ് ബുക്ക് ചെയ്തോണം. ഇവിടെ 2 ഫഡ്ജ് ഉണ്ട്. ഇനി മറ്റേ ഫഡ്ജ് ഷോപ്പ് എന്തായിരുന്നു? അപ്പോൾ മറ്റേ ഫഡ്ജ് ഷോപ്പ് എന്തായിരുന്നു? പക്ഷേ ഇതാ ഫേമസ് ഇവിടെ മൂൺലൈറ്റ്. നമ്മൾ അങ്ങനെ ഞാൻ റൂമിലെത്തി, മടുത്തു. സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ശ്രീനഗറെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വ്ളോഗുമായി വരുന്നവരേക്കും ബൈ ബൈ.